ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ അമൃത്സറിൽ നിന്ന് വാഗ ബോർഡർ പോയിട്ട് വാഗ ബോർഡറിലെ ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി കാണുന്ന വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങളതേ ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി കഴിഞ്ഞ് സ്വർണ്ണ ജയന്തി ദ്വാറിൽ കൂടി പുറത്തിറങ്ങി. ഇനി സ്വർണ്ണ ജയന്തി ദ്വാറിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയായിട്ട് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഈ മ്യൂസിയത്തിന് എൻട്രി ഫീസ് 10 രൂപയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ BSF ഓഫീസർ ഉണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് VIP പാസ് ഉണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ആ 10 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞങ്ങൾ BSF മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. 8000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 3.5 കോടി രൂപ ചിലവാക്കി ഉണ്ടാക്കിയ BSF മ്യൂസിയം 2021 ഏപ്രിലാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ആ സമയത്ത് BSF ഡയറക്ടർ ജനറലായിരുന്ന രാകേഷ് അസ്താനയാണ് ഈ BSF മ്യൂസിയം ഇനാഗുറേറ്റ് ചെയ്തത്. ഹനി എവിടെ? ഹനിക്ക് ആരെ കൂടെ ഫോട്ടോ എടുക്കണ്ടേ? ഏത് ഈ ആൻറ്റീൻ്റെ കൂടെ എടുക്കുക? പിന്നെ അവരെ കൂടിയാ എന്നാ? ഫുള്ളി എയർ കണ്ടീഷൻഡായ ഈ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മ്യൂസിയത്തിന് ഒരേ സമയം 300 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോൾ നമ്മളീ കാണുന്ന ആൾക്കാരുടെ സ്കൾപ്ചേഴ്സും ബാറ്റിൽ ഫീൽഡും ബങ്കേഴ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൻ്റെയും വാക്സിൻ്റെയും ഒരു മിക്സ് വെച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്രയും ഒറിജിനാലിറ്റി അതിന് തോന്നുന്നുമുണ്ട്. അത്രയും പ്രിസിഷൻഡായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പാത്വേയുടെ 2 സൈഡിലും വിവിധ എൻകൗണ്ടേഴ്സിൽ വീരമൃത്യു വരിച്ച BSF ജവാന്മാരുടെയും ഓഫീസേഴ്സിൻ്റെയും റാങ്കും അവരുടെ കോൺട്രിബ്യൂഷനും ഏത് വർഷത്തിലാണ് ഏത് ഇൻസിഡൻറ്റിലാണ് അവർ വീരമൃത്യു വരിച്ചതെന്നുള്ളതൊക്കെയാണ് അവിടെ അവരുടെ ഫോട്ടോയുടെ താഴെയായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് BSF നേരത്തെയും ഇപ്പോഴുമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആംസിൻ്റെയൊക്കെ, അതായത് അവരുടെ ആയുധങ്ങളുടെയൊക്കെ ഡിസ്പ്ലേ ആണ്. ആകെ 8 ഗാലറികളാണ് ഈ BSF മ്യൂസിയത്തിലുള്ളത്. അതിൽ ഒന്നാമതാണ് റിസപ്ഷൻ ഡെസ്ക്. അവിടെ BSF ഇതുവരെയുള്ള എല്ലാ ഡയറക്ടർ ജനറൽസിനെയും കുറിച്ചുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ഗാലറിയിൽ പീസ് ടൈമിലും വാർ ടൈമിലുമുള്ള BSF റോളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഗാലറി 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നാലാമത്തെ ഗാലറി എന്ന് പറയുന്നത് ബാറ്റിൽ ഫീൽഡിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ജവാന്മാരുടെ പ്രതിമകളും അവർ ആയുധമായിട്ട് നിൽക്കുന്നതുമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സിലിക്കണും വാക്സും ചേർത്തിട്ടുള്ള ഒരു മിക്സ് വെച്ച് എക്സാക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ഗാലറിയിലെ പ്രൊജക്ടർ സ്ക്രീനിൽ BSF ജവാൻസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഡോക്യുമെൻ്ററിയാണ് കാണിക്കുന്നത്. ആറാമത്തെ ഗാലറിയിൽ BSF വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഏഴാമത്തെ ഗാലറിയിലുള്ളത് BSF ഉപയോഗിക്കുന്ന വിവിധ ഗാഡ്ജറ്റ്സുകളുടെ ഡിസ്ക്രിപ്ഷനാണ്. എട്ടാമത്തെ ഗാലറിയിൽ നമുക്ക് വിസിറ്റേഴ്സിന് ബാറ്റിൽ ഫീൽഡിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഡോക്യുമെൻ്ററിയും ഡിസ്പ്ലേയും ഒന്നും. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ഇതേപോലെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. നമുക്ക് ഇവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആ ദൂരെ കാണുന്നത് പാകിസ്ഥാൻ്റെ കമ്പിവേലിയാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് പാകിസ്ഥാൻ്റെ ഗോതമ്പ് പാടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ യെല്ലോയിഷ് കളറിൽ. ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല. ഇപ്പോൾ കണ്ട എയർക്രാഫ്റ്റ് BSF ഓൾറെഡി യൂസ് കഴിഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റ് ഡിസ്പ്ലേന് വെച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഇത്രയും പേരാണ് വാഗ ബോർഡർ വിസിറ്റ് ചെയ്യാൻ വന്നത്. ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ആൾക്കാർ ഇത്രയും പേരാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് സ്പേസിലേക്ക് നടക്കുകയാണ്. അടുത്തത് നമ്മൾ പോകുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ അത്താരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്.
कैसे राम सर बताइए। അതാരാണ് കൈ കൊടുക്കുന്നത്? ഇന്ത്യയും പാകിസ്ഥാനോ? अच्छा आ गया क्या? हम ഇന്ത്യ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റെസ്റ്റോറൻറ്റ്. ആഹാ, ഇവിടെയാണ് ഇന്ത്യ തുടങ്ങുകയും ഇന്ത്യ അവസാനിക്കുകയും ചെയ്യണേ. ലാസ്റ്റ് റെസ്റ്റോറന്റ് ഇന്ത്യ അവസാനിക്കുന്നത് ഇവിടെ, ഇന്ത്യ അവസാനിക്കുന്നത് ഇവിടെ അല്ലേ? ഇന്ത്യ गोल्डन टेम्पल भी देख के निकल जाऊंगा सुबह सुबह। അങ്ങനെ ദേ ഞങ്ങളുടെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നേരത്തെ നമ്മൾ പരേഡിൽ കണ്ട ഒരു ഡോഗ് അവിടെ ഉണ്ടായിരുന്നു, ഒരു സാറിൻ്റെ കൂടെ. അപ്പോൾ വിത്ത് അവരുടെ പെർമിഷൻ ഹനിയും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞും അതിനെ ഒന്ന് തൊട്ട് നോക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളിനി പോകുന്നത് നേരത്തെ പറഞ്ഞ മാതിരി അത്താരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. വാഗാ ബോർഡറിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രമാണ് അത്താരി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇതൊക്കെ BSFൻ്റെ തന്നെ ഡിവൈഡേഴ്സൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ ഗാലറിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരില്ലേ, അവർ തിരിച്ച് പോവാണ് അവരുടെ വാഹനങ്ങളിലും നടന്നുമൊക്കെ. അത്താരി ശ്യാംസിംഗ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അത്താരി റെയിൽവേ സ്റ്റേഷൻ്റെ യഥാർത്ഥ പേര്. ഇപ്പോൾ സിഖ് സാമ്രാജ്യത്തിലെ ജനറലായിരുന്ന ശ്യാംസിംഗ് അത്താരിവാലയുടെ പേരിലാണ് 2015 മുതൽ ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളത് ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനിലായ അത്താരി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ പോകുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലേക്കാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനിൻ്റെ ഇടയിലുള്ള ഒരേ ഒരു ട്രെയിൻ 1976 ആരംഭിച്ച സംജോത എക്സ്പ്രസ് ആയിരുന്നു. അത് അമൃത്സറിന് ലാഹോർ വരെയാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. തുടക്കകാലത്ത് അത് എല്ലാ ദിവസവും, പിന്നീട് അത് 1994 മുതൽ ആഴ്ചയിൽ 2 ദിവസമായിട്ട് കുറച്ചു. 2002 ജനുവരി 1 ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ടായ ടെററിസ്റ്റ് അറ്റാക്ക് മൂലം പിന്നീട് ഈ ട്രെയിൻ സർവീസ് നിർത്തിവെക്കുകയും 2004 പുനരാരംഭിക്കുകയും ചെയ്തു. പിന്നീട് 2007 പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ബെനസീർ ഭൂട്ടോൻ്റെ കൊലപാതകത്തെ തുടർന്നും കുറച്ച് നാൾ ഈ ട്രെയിൻ സർവീസ് നിർത്തിവെക്കുകയുണ്ടായി. 2019 ഫെബ്രുവരി 28 സംജോത എക്സ്പ്രസിൻ്റെ സർവീസ് പൂർണ്ണമായും നിർത്തി. കാരണം ആ സമയത്തുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് കാരണം. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന ഒരേ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് അമൃത്സർ അത്താരി ഡെമു ആണ്. ഇന്ത്യൻ ബോർഡറിൽ സർവീസ് അവസാനിപ്പിക്കും. ഇതിപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നതാണ് പാകിസ്ഥാനിലേക്കുള്ള ട്രാക്ക്. വിസിറ്റേഴ്സൊക്കെ വളരെ കുറവാണ്, യാത്രക്കാരും കുറവാണെന്ന് തോന്നുന്നത്. പിന്നെ അവിടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഓഫീസേഴ്സ് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മുമ്പ് വരെ പോയാൽ ഇന്ത്യൻ ബോർഡറാണ്. അത് കഴിയുമ്പോൾ പിന്നെ പാകിസ്ഥാനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് കടക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ആർമി പിടിച്ചുകൊണ്ട് പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻട്രൂഡേഴ്സായി. ആ വരുന്ന ട്രെയിനാണ് അത്താരി റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ഒരേ ഒരു ട്രെയിനായ അമൃത്സർ അത്താരി ഡെമു. ആ ട്രെയിൻ കാണാനുള്ള ഭാഗ്യം എന്തായാലും ഞങ്ങൾക്കുണ്ടായി. പക്ഷേ ഈ പറഞ്ഞ മാതിരി പാസഞ്ചേഴ്സൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു കുഞ്ഞു സ്റ്റേഷനാണ് ഈ അത്താരി സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണെന്നുള്ള ഒരു സിഗ്നിഫിക്കൻസ് അതിനുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അമൃത്സറിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അമൃത്സറിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.